ബിജെപി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ അണിനിരക്കുന്ന സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ക്യാപ്റ്റനായുള്ള ജാഥയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. കേന്ദ്രത്തിലെ ബിജെപി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ അണിനിരക്കുന്ന സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ക്യാപ്റ്റനായുള്ള ജാഥയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. അവകാശങ്ങളും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന 29 നിയമത്തെ 4 ചുരുക്കി 4 കോഡുകൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2019-ലും 20-ലുമായി ഈ 4 നിയമങ്ങൾ പാസ്സാക്കി. അങ്ങനെ ഈ നിയമം പാസ്സാക്കുമ്പോൾ രാജ്യത്ത് പാർലമെന്റിൽ ഇടതുപക്ഷങ്ങൾക്കോ അല്ലെങ്കിൽ മതനിരപേക്ഷ പാർട്ടികൾക്കോ വലിയ പിന്തുണയില്ല. എങ്കിലും നമ്മൾ ഇടതുപക്ഷം, DMK, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളുടെ MP-മാർ ശക്തിയുക്തം അതിനെ പാർലമെന്റ് എതിർത്തു. പക്ഷേ നിർഭാഗ്യവശാൽ മൃഗീയ ഭൂരിപക്ഷമുള്ള BJPയോടൊപ്പം ചേർന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവിടെ കൈ ഉയർത്തി 4 നിയമങ്ങൾ പാസ്സാക്കി. 19-20-ലുമായി ഈ പാസ്സാക്കിയ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്തെമ്പാടുമുള്ള തൊഴിലാളികൾ ഉയർത്തി. അതിൻ്റെ ഭാഗമായി 2025 വരെ അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഈ 4 കോഡുകളും. എന്തൊക്കെയാ കോഡിലുള്ള പ്രത്യേകത? 1, തൊഴിലാളികൾ സംഘടിക്കരുത്. സംഘടിക്കാനുള്ള അവകാശം നിഷേധിച്ചു. ആരെങ്കിലും സംഘടിച്ചാൽ കർശനമായ നിയമ നടപടി വരും, വേണ്ടി വന്നാൽ ജയിലിലുമാക്കും. രണ്ടാമത്തത് 12 മണിക്കൂർ വരെ തൊഴിലാളി പണിയെടുക്കണം. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ഇപ്പം നമ്മൾ ഓർത്തെടുത്ത കാലമാണിത്. എന്തെല്ലാമായിരുന്നു അന്ന് പുകല്? നാവെടുക്കൂ, പണിയെടുക്കൂ എന്ന് ഇന്ദിരാഗാന്ധി. ഇപ്പം നരേന്ദ്രമോദി അടക്കൂ, പണിയെടുക്കൂ എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണിപ്പോൾ. നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ് തൊഴിലാളികളെ അടിമയാക്കാൻ. സംഘടിക്കാനുള്ള തൊഴിലാളികളുടെ അവകാശത്തെ സംഘടിതമായി ചെറുത്ത് പരാജയപ്പെടുത്തി കോർപ്പറേറ്റുകളുടെ അടിമകളാക്കാൻ ഒരു ഭരണകൂടം നിയമമുണ്ടാക്കുന്നു എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അതിനെ കണ്ടില്ല എന്നടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല. 25 വരെ നമ്മൾ നടത്തിയ പ്രതിരോധത്തിന്റെ ഭാഗമായി അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ല. മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഭൂരിപക്ഷമില്ലാത്ത നരേന്ദ്രമോദി ഈ അടിമ നിയമങ്ങൾ, തൊഴിലാളികളുടെ സംഘടിതമായ അവകാശത്തെ നിരോധിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ 2025 ഏപ്രിൽ 17 വിജ്ഞാപനം ചെയ്തു. കായംകുളം പാർക്ക് മൈതാനിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ V. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ G. ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ ജെ മേഴ്സിക്കുട്ടിയമ്മ, അംഗങ്ങളായ MS ഹരിലാൽ, സോളമൻ വെട്ടുകാട്, KV ഉദയഭാനു, കവടിയാർ ധർമ്മജൻ, CITU ജില്ലാ പ്രസിഡന്റ് H. സലാം MLA, ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ, CPM ഏരിയ സെക്രട്ടറി B. അബിൻഷാ, P. അരവിന്ദാക്ഷൻ, TA നാസർ, പൂക്കുഞ്ഞ്, അൻസാർ രഘുനാഥൻ, P. ശശികല, മുരളീധരൻ, T. യേശുദാസ്, M. പുഷ്കരൻ, അഷ്റഫ്, ബിജുകുമാർ, നസീർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.